ഒരു വശത്ത് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം എന്നത് തട്ടിപ്പാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊന്നും പങ്കെടുക്കില്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. മറുവശത്ത് ഇടതുമുന്നണി പ്രവർത്തകരാകട്ടെ പായസ വിതരണമടക്കം നടത്തിക്കൊണ്ട് ഇതൊരു വലിയ പ്രഖ്യാപനം എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലുമാണ്, അതിൻ്റെ സന്തോഷത്തിലുമാണ് LDF പ്രവർത്തകർ. ഇപ്പോൾ ദീപു ദുർഗാദേവി എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നു, ശബരിമല ന്യൂസ് അപ്ഡേറ്റ്സ് എന്താണ് എന്ന കാര്യം. അതിലേക്കാണിനി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിൽ. ദ്വാരപാലകരുടെ ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും രേഖകളിലത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത് സുധീഷാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, നേരത്തെ മുരാരി ബാബു അറസ്റ്റിലായിരുന്നു. മുരാരി ബാബുവിനൊപ്പം തന്നെ ഈ സുധീഷ് കുമാറിനും പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘം ആദ്യം മുതൽ തന്നെ കണ്ടെത്തിയിരുന്നത്. കാരണം അന്ന് ആ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ടു പോകുമ്പോൾ, സ്വർണം പൊതിഞ്ഞ പാളികൾ കൊണ്ടുപോകുമ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടും ചെമ്പു പാളികൾ എന്ന് രേഖപ്പെടുത്തി എന്നതായിരുന്നു പ്രധാനപ്പെട്ട കുറ്റമായി അന്നു തന്നെ കണ്ടിരുന്നത്. സുധീഷ് കുമാറിനും ഇതിൽ പങ്കുണ്ടെന്ന് അന്നേ അന്വേഷണ സംഘം സംശയിച്ചതുമാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് അരുൺരാജ്? ദിലീപ് കുമാർ, കഴിഞ്ഞ 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സുധീഷ് കുമാറിന്റെ പങ്ക് സംബന്ധിച്ച് SITക്ക് പൂർണ്ണമായി വിവരം ലഭിക്കുന്നത്. 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പാളികൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ ഘട്ടത്തിൽ ശബരിമലയുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഈ സുധീഷ് കുമാർ. ഇത് സ്വർണം പൊതിഞ്ഞതാണ് എന്ന് കൃത്യമായ അറിവുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷേ രേഖകളിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് സുധീഷ് കുമാറിന്റെ ബോധപൂർവമായ ഇടപെടലിന്റെ തെളിവാണ് എന്നുള്ളതാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം സ്പോൺസറായി കണ്ടുകൊണ്ട് ഒരു ശുപാർശ കത്ത് ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു. ഈ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ ആ ഭാഗം അത് ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തുവിട്ടതിൽ കൃത്യമായ ഇടപെടൽ സുധീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് SIT പറയുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറും മുരാരി ബാബുവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് SIT ടീം ഇപ്പോൾ സുധീഷിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുധീഷ് കുമാറിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റം, ഇതിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇറക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മഹസറിൽ രേഖപ്പെടുത്തുകയും അത് കൃത്രിമമായി രേഖപ്പെടുത്തി അത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളതാണ് SIT മനസ്സിലാക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുധീഷ് കുമാറും മുരാരി ബാബുവും കൃത്യമായ ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടാണ് സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്തിയതും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് എത്തിച്ചതും എന്നുള്ളതാണ് SIT മനസ്സിലാക്കുന്നത്. രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. സുധീഷ് കുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് നിലവിൽ SIT മനസ്സിലാക്കുന്നത്. കാരണം എത്ര തോതിൽ ഈ സ്വർണം പോയിട്ടുണ്ട്, അത് ഏതൊക്കെ ഘട്ടങ്ങളിൽ പോയി എന്നറിയാൻ സുധീഷ് കുമാറിൽ നിന്നോട് കഴിയും എന്നുള്ള കാര്യം കൂടി SIT പറയുന്നുണ്ട്. ഒരുപക്ഷെ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനി ഉണ്ടാവുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും അറസ്റ്റിലായിരിക്കുന്നു. കൂടുതൽ പേർ ഇനി പിടിയിലാകുമോ എന്നതാണ് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലൊക്കെ അറിയേണ്ടത്. കൊല്ലത്ത് നിന്നും ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് അരുൺരാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.